ഹായ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൈഫൻ എന്ന് പറയുന്ന കൃതി സാനൻ കോഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ ബ്രാൻഡിനെ പറ്റിയിട്ടാണ്. അത് ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ ബെസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത് ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് ഞാൻ ചെയ്യാറുള്ളത്. ചാനൽ കയറി വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ആദ്യമേ എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ്, അതായത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു പ്രൊഡക്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. പക്ഷെ ഏറ്റവും പാടിട്ട് എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും ഒരു 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 കോൺട്രഡിക്ഷൻ വന്നെന്ന് വെച്ചാൽ, ഞാൻ അവരുടെ ഫസ്റ്റ് ട്രൈ ചെയ്ത പ്രൊഡക്റ്റും ഇതായിരുന്നു. അതാണ് അവരുടെ ഫേസ് വാഷ്, ഓയിൽ കൺട്രോളിങ് ക്ലെൻസർ ആണ് അത്. ഇതൊരു ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ക്ലെൻസർ ആണ്. എൻ്റെ കയ്യിൽ നിന്ന് അതിന്റെ ബോട്ടിൽ മിസ്സായി. അപ്പൊ ഭാഗ്യത്തിന് പെട്ടി കാർട്ടൂൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാണിക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ അത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഫസ്റ്റ് നമുക്ക് തുടങ്ങാം. എന്തെന്ന് വെച്ചാൽ ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി ആണ്. പക്ഷേ ഓയിൽ കൺട്രോൾ ആണ് എന്ന് പറഞ്ഞാലും അധികം ലാദർ ഒന്നും തരാത്ത ഒരു ടൈപ്പ് ഫേസ് വാഷ് ആയിരുന്നു. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിലോട്ട് പോവാണെങ്കിൽ ഇതിനകത്ത് 2% HABH പറയുന്നുണ്ട്. അതായത് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, നല്ല 3 എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ് ഇതിനകത്തുണ്ട്. കൂടാതെ ഇതിനകത്ത് നയാസിനമൈഡ് ഉണ്ട്, ബയോസാക്രൈറ്റ്സ് ഉണ്ട്, പ്രീബയോട്ടിക് ഷുഗർ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തുണ്ട്. അപ്പൊ സംഭവം എന്തെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ ഓയിൽ കൺട്രോൾ ചെയ്യും. പ്രീബയോട്ടിക് ഷുഗർ എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കിന്നിനകത്തുള്ള ഗുഡ് ബാക്ടീരിയാസിനെ കീപ്പപ്പ് ചെയ്യാൻ, അത് നശിപ്പിക്കാത്ത സാധനമാണ്. പിന്നെ ബയോസാക്രൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ബാരിയറിനെ സൂത്തൻ ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ വരണമെങ്കിൽ പ്രിവെന്റ് ചെയ്യാനും എന്നൊക്കെയുള്ള രീതിയിലുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവർ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പക്ഷെ കോൺട്രഡിക്ഷൻ വന്നത് എന്താന്ന് വെച്ചാൽ, ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസിൽ നന്നായിട്ട് എന്താ പറയുന്ന ക്ലോസ്ഡ് കൊമഡോൺ ടൈപ്പ് ആക്നെ വന്നു. ബേസിക്കലി ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ഒരിക്കലും അങ്ങനത്തെ ഒരു ക്ലോസ്ഡ് കൊമഡോൺസ് തരാൻ പാടില്ല. അപ്പൊ നോർമലി ഞാൻ വിചാരിച്ചു മേ ബി എന്റെ സ്കിന്നിന് പ്രോബ്ലം വരുന്നത് കൊണ്ടായിരിക്കും, എനിക്കിത് സൂട്ട് ആവാത്തോണ്ടായിരിക്കാം വിചാരിച്ചിട്ട് ഞാനിത് എന്റെ ടെസ്റ്റ് ബഡിക്ക് കൊടുത്തു, അതായത് എന്റെ ഹസ്ബൻഡിന്. പുള്ളിക്കാരനെ യൂസ് ചെയ്തിട്ട് പറഞ്ഞു നോർമലി പുള്ളിക്കാരന് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ പുള്ളിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസ് വാഷിന്റെ ഞാൻ അതെടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഇത് ട്രൈ ചെയ്യാനായിട്ട് കൊടുത്തത്. പുള്ളി ട്രൈ നോക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കുരു വന്നു തുടങ്ങി. കാരണം നമുക്ക് ആ ബംസ് എനിക്ക് തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി ഈ ഫേസ് വാഷ് വർക്കിംഗ് അല്ല എന്നുള്ള കാര്യം. കാരണം എന്റേത് കോമ്പിനേഷൻ സ്കിൻ ആണ്, പുള്ളിക്കാരൻ്റെത് ഓയിലി സ്കിൻ ആണ്. എന്നിട്ടും 2 പേർക്കും ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫേസ് വാഷിന് എന്തോ പ്രശ്നമുണ്ട് എന്നാണ്. പക്ഷെ എല്ലാവർക്കും പ്രശ്നം വരണം എന്നില്ല. മേ ബി ഇത് എക്സസീവ് ആയിട്ട് ഓവറായിട്ട് എന്താ പറയുന്ന ആ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസി AHA-BHA ഉള്ളത് കൊണ്ട്, ഓവറായിട്ട് എക്സ്ഫോളിയേഷൻ നടക്കുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു ക്ലോസ്ഡ് കോമ്പൗണ്ട് ടൈപ്പ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിനകത്ത് മൈൽഡ് ആയിട്ട് ഫ്രാഗ്രൻസ് ഉള്ളത് കൊണ്ടായിരിക്കും. ഇത് ആൽക്കഹോൾ ഫ്രീ, SLS ഫ്രീ ഒക്കെയാണ്, വീഗൻ ആണ് എന്നൊക്കെ പറഞ്ഞാലും ഇതിനകത്തുള്ള മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് ആ ഒരു ഇറിറ്റേഷൻ തന്നത്. അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഓവർ എക്സ്ഫോളിയേറ്റ് ആയിട്ടുള്ള സാധനം. ഓവർ എക്സ്ഫോളിയേഷൻ ഞാൻ പറയത്തില്ല, ബിക്കോസ് ഞാൻ AHA-BHA ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആളാണ്. ഡെയിലി AHA-BHA ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് അത്യാവശ്യം എൻ്റെ സ്കിൻ ബാരിയറിൽ ഒരു വിശ്വാസമുണ്ട്. അധികം പെട്ടെന്നൊന്നും എൻ്റെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാറില്ല. കാരണം ഞാൻ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കുന്ന ആളായതുകൊണ്ട് അധികം പെട്ടെന്ന് എൻ്റെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാറില്ല. പക്ഷെ ഇത് രണ്ടും ഉണ്ടായിട്ടും എനിക്ക് ഈ ഫേസ് വാഷ് തീരെ വർക്ക് ചെയ്തില്ല. ഫസ്റ്റ് ഒരു 1 വീക്കോളം എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു 2 to 3 സെക്കൻഡ് വീക്ക് ടു തേർഡ് വീക്ക് അല്ല തേർഡ് വീക്ക് തൊട്ടാണ് എനിക്ക് ആ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ഇതിനൊരു തേർഡ് വാഷിൽ തന്നെ ഈ ഒരു പ്രശ്നം കണ്ടു തുടങ്ങുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിലും നിങ്ങളുടെ സ്കിൻ ബാരിയർ നല്ല രീതിയിൽ ബാലൻസ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. കാരണം ഞാൻ അങ്ങനെ നെഗറ്റീവ് ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിനെ പറ്റി അധികം പറയുന്ന ആളല്ല. കാരണം ഉണ്ടെങ്കിൽ ഞാൻ ഉള്ളതുപോലെ പറയുന്ന ആളാണ്, ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇത് എനിക്ക് തീരെ വർക്കായിട്ടില്ല. കാരണം ആ ഒരു ഫസ്റ്റ് 1 to 2 വീക്കിൽ ഞാൻ തന്നെ ഇത് ഒരുപാട് പേരെടുത്ത് പറഞ്ഞു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് പ്രശ്നം വന്നപ്പോൾ ഞാൻ അവരോട് തന്നെ പറഞ്ഞു ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കരുത് എന്നുള്ളത്. അപ്പം എനിക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് വെച്ചിട്ടും ഇൻഗ്രീഡിയന്റ് വൈസ് വെച്ചിട്ടും എനിക്ക് തീരെ വർക്ക് ആവാത്തൊരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഏതെന്ന് വെച്ചാൽ ഹൈഫന്റെ ഈ ഒരു ഫേസ് വാഷ് ആണ്. സോ നെക്സ്റ്റ് എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെന്ന് വെച്ചാൽ അവരുടെ പെപ്റ്റൈഡ് ഇൻഫ്യൂസ്ഡ് ലിപ് ബാം ആണ്. ഇതൊരു ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിനകത്തോട്ട് പോവുകയാണെങ്കിൽ ഇതിനകത്ത് പെപ്റ്റൈഡ്സ് ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്, ലിനോലിനിക് ആസിഡ് ഉണ്ട്, സ്ക്വാലിൻ ഉണ്ട്. ഇൻഗ്രീഡിയന്റ് വൈസ്
സൂപ്പർ ആയിട്ടുള്ള സാധനമാണ്. ഇത് വേറെ ഒരുപാട് വേരിയന്റിലുണ്ട്. വാനില ഉണ്ട്, മാഷ്മെല്ലോ ഉണ്ട്, പീച്ച്, ലൈക്ക് ഇത് പീച്ചാണ്, പീച്ച് ഉണ്ട്, അങ്ങനെ കുറെ വേരിയന്റ് ആയിട്ടുണ്ട്. ടിൻറ്റഡും ഉണ്ട്, നോൺ ടിൻറ്റഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ഇത് സംഭവം ഞാനിത് വാങ്ങിക്കാനുള്ള മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ലിപ്പ് ഇടയ്ക്ക് വെച്ചത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഡ്രൈനെസ് മാറ്റാനായിട്ട് ഈ ലിപ് ബാം വാങ്ങിച്ചു. രണ്ടാമത്തെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഹൈലി ബീബറിന്റെ റോഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ഇപ്പൊ എൽഫ് അത് വാങ്ങിയിട്ടുണ്ട്. റോഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. അതിനകത്ത് അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആയിരുന്നു അവർ പെപ്റ്റൈഡ് ഇൻഫ്യൂസ്ഡ് ലിപ് ബാം. അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. നന്നായിട്ട് ഒരുപാട് പേർക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊരു ഞാൻ ഒരു പ്രാവശ്യം അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അത് ഒരു നട്ട് ഉണ്ടായിരുന്നു. ആ നട്ട് ചില ആൾക്കാർക്ക് അലർജി ഉള്ളതുകൊണ്ട് ചില ആൾക്കാർക്ക് അത് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ റിസൾട്ട് കിട്ടിയ ആൾക്കാർക്ക് നല്ല രീതിയിൽ റിസൾട്ടും കിട്ടുന്നുണ്ടായിരുന്നു. സോ ആ ലിപ് ബാമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടായിരുന്നു ഹൈപ്പിന്റെ ഈ ഒരു ലിപ് ബാം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ബ്ലിങ്കിറ്റിലൂടെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് ലിപ് ബാം പെട്ടെന്ന് വേണമെന്ന് പെട്ടെന്ന് ഈ ഹൈഫിന്റെ ഇത് കണ്ട് ഞാൻ വാങ്ങി ട്രൈ നോക്കി. എനിക്ക് പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈവൻ എനിക്കിത് ഹൈഡ്രേഷൻ തന്നു, ഡ്രൈനെസ് ഒക്കെ മാറ്റിയെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ലിറ്ററലി ഇപ്പൊ നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് കിടക്കാൻ പോകുമ്പോൾ എന്താ നമ്മൾ ഉറങ്ങാനായിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഇതൊരു SPF ഇല്ലാത്ത ലിപ് ബാം ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ നൈറ്റ് ടൈമിലായിരിക്കും ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് വായിക്കാത്ത ഇട്ട് കഴിഞ്ഞാൽ പല്ല് തേച്ചതൊക്കെ വെറുതെ ആയിപ്പും. കാരണം നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ്, ആ ഒരു ഷുഗറി ടേസ്റ്റ് നമ്മുടെ വായിലോട്ട് എത്താൻ തുടങ്ങും. അത് ഇഷ്ടമല്ലാത്തവർക്ക് പറ്റത്തില്ല. പ്രത്യേകിച്ചും പീച്ച് പോലെ സ്ട്രോങ് ഫ്ലേവർ ഉള്ള ഒരു സാധനം ഇഷ്ടമല്ലാത്തവർക്ക് തീരെ ഇഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല. സത്യമാണ്, അവരുടെ ടിൻറ്റഡ് ലിപ് ബാം നമുക്ക് മോർണിംഗിൽ യൂസ് ചെയ്യുന്ന SPF ഉള്ളതാണ്, അതൊക്കെ സത്യമാണ്. പക്ഷേ ആ ഒരു ടേസ്റ്റ് നമുക്ക് പറ്റാത്തൊരു രീതിയിലോട്ട് പോകും. കാരണം നമ്മൾ ലിപ് ബാമിൽ നിന്ന് ഒരിക്കലും നമ്മൾ ആ ഒരു ടേസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ഡേയിൽ നമ്മുടെ വായിലോട്ട് ഈ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം അതെന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇൻ കേസ് നമ്മളിത് മോർണിംഗിൽ SPF ഇല്ലാത്തൊരു ലിപ് ബാം ഇട്ടു എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചില സമയത്ത് ഞാൻ മാറ്റ് ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിന്റെ അടിയിൽ ഈ ഒരു ലിപ് ബാം ഇട്ട് കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ മാറ്റ് ലിപ്സ്റ്റിക് ഇടാറുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ത്രൂ ഔട്ട് ദ ഡേ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇങ്ങനെ വായിൽ കിട്ടാൻ തുടങ്ങി. സോ അതുകൊണ്ടാണ് ഇതിന്റെ ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത്. പ്രൊഡക്റ്റ് ബേസ്, റിസൾട്ട് ബേസ് നല്ല റിസൾട്ടാണ്. സംഭവം നമ്മുടെ ലിപ്പിന് ഹൈഡ്രേഷൻ തരും, ആ ഒരു ഡ്രൈനെസ് മാറ്റും, പിഗ്മെന്റേഷൻ ഒന്നും മാറ്റത്തില്ല. സ്ക്വാളിൻ ഉണ്ടെങ്കിൽ നമ്മുടെ പിഗ്മെന്റേഷൻ ഒന്നും ഇത് അധികം മാറ്റാനായിട്ട് പോകുന്നില്ല. പക്ഷെ ലിപ്പിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് പ്ലം ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വെക്കും. പക്ഷെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വായിന്ന് കളയാനും പറ്റത്തില്ല. ഇതൊരു റിപ്പീറ്റഡ്ലി ആ ഒരു ടേസ്റ്റ് കിട്ടി അവസാനം വന്നു എനിക്ക് പീച്ച് ഫ്ലേവറിലുള്ള ഒരു സാധനം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അത്രയും ലൈക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഫ്ലേവർ സെൻസിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് സത്യമാണ്, ലിപ് ബാമുകൾ ഫ്ലേവർ കൊടുക്കാറുണ്ട്. പക്ഷെ അത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നിടത്തോളം നമ്മുടെ വായിലോട്ട് തരുന്ന ആ ഒരു കഴിക്കാൻ തോന്നുന്നു എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താ പറയാ, ആ കഴിക്കുന്നതിനപ്പുറത്തോട്ട് അതൊരു ഇറിറ്റേറ്റിംഗ് ഫ്ലേവറിലോട്ട് പോയതുകൊണ്ടാണ് ഇത് ഇഷ്ടമായത്. ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം റിസൾട്ട് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഇറിറ്റേറ്റിംഗ് ടൈപ്പ് ഫ്ലേവറിംഗിലോട്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ലീസ്റ്റ് ഫേവറേറ്റ് ലിസ്റ്റ് കൊടുക്കാൻ പോയത്. അതല്ലാത്ത വർഷം റിസൾട്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. റിസൾട്ട് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഹൈഡ്രേഷൻ ഒക്കെ തരും. നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ ചാപ്പ് ലിപ്പ് അല്ലെങ്കിൽ പോലും എക്സ്ട്രീംലി ഡ്രൈ ചാപ്പ് ലിപ്പ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ലിപ്പിനെ ഹൈഡ്രേറ്റ് ചെയ്ത് പ്ലം ആക്കിയൊക്കെ വെക്കും. പക്ഷേ ആ ഒരു ഫ്ലേവർ ഇറിറ്റേഷൻ ഭയങ്കര വലുതുമാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്ന ഹൈപ്പന്റെ എന്റെ ടോപ്പ് 5 ഫേവറേറ്റുകളെ പറ്റിയിട്ടാണ്. അതിൽ 5th ഫേവറേറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതാണ് അവരുടെ ഓൾ ഐ നീഡ് സൺസ്ക്രീൻ SPF 50 PA+. ഇത് വരുന്നത് ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. അതായത് ഇതിനകത്ത് ഫിസിക്കൽ ഫിൽറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽ ഫിൽറ്റേഴ്സും ഉണ്ട്. കെമിക്കൽ ഫിൽറ്റേഴ്സിനകത്ത് വരുന്നത് ഓക്ടിനോസൈറ്റ്, അവോബെൻസിൻ, ഒക്ടോക്രിലിൻ. ഫിസിക്കൽ ഫിൽറ്റേഴ്സിനകത്ത് വരുന്നത് ടൈറ്റാനിയം ഡൈ ഓക്സൈഡും സിങ്ക് ഓക്സൈഡും. അതായത് ഇത് ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതൊരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ്. അതായത് UVA യിൽ നിന്നും UVB-യിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇതിന് പറ്റും. പിന്നെ മാക്സിമം പ്രൊട്ടക്ഷൻ അവർ തരുന്നുണ്ട് SPF 50 PA+. കൂടാതെ ഇതിനകത്ത് കോക്കോട്ട് പ്ലം, കോജിക് ആസിഡ്, നയാസിനമൈഡ്, സെറമൈഡ്സും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ സ്കിന്നിന് ഒരു ഹൈഡ്രേഷനും തരും. ഇത് ആർക്കാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാം. ഓയിലി സ്കിൻകാർക്ക് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാം. വൈറ്റ് കാസ്റ്റ് തീരെ ഇടാത്തൊരു സൺസ്ക്രീൻ ആണ്. ഞാനിപ്പോൾ കറന്റ് എനിക്കിപ്പോൾ ഒരു സ്കിൻ കെയറും ചെയ്യേണ്ട, ഞാൻ മോയ്സ്ചറൈസറും ഒരുപാട് സിറംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രെയിറ്റ് പോകാൻ പോകുന്ന ഒരു സൺസ്ക്രീൻ ഇതാണ്. പക്ഷെ ഞാൻ ടു ബി ഫ്രാങ്ക് ഞാനൊരു മോയ്സ്ചറൈസറും അതുപോലെ ഒരു സിറം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് സ്കിന്നിൽ ഒന്ന് ഹെവി ആയിട്ട് ഇത് തോന്നാറുണ്ട്. കാരണം ഇത് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ തരുന്ന ഒരു സൺസ്ക്രീൻ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കാരണം മോയ്സ്ചറൈസേഷനും നല്ല രീതിയിൽ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു വൈറ്റ് കാസ്റ്റോ ഒന്നും ഈ ഒരു സൺസ്ക്രീനിൽ നമുക്ക് കിട്ടാനായിട്ട് പോണില്ല. ഇപ്പം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ ഇട്ടൊരു ഫീലാണ്. ഞാനിപ്പോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത്, നമ്മൾ സാധാരണ ഒരു സൺസ്ക്രീൻ എങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു
പ്ലെയിൻറ്റി ലെയർ ആ ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, ഒരു ഹൈഡ്രേഷൻ മാത്രമേ നമ്മുടെ സ്കിന്നിൽ ഫീൽ ആവാനായിട്ട് പോകുന്നുള്ളൂ. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു 3-4 സിറം യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്ക് ഒരു ഹെവിനെസ് തോന്നും. ഡ്രൈ സ്കിൻകാർക്ക് തോന്നാനും പോണില്ല. ഇത് നമ്മുടെ സ്കിന്നിന് പിമ്പിൾസ് ഒന്നും വരുത്താനായിട്ട് പോകുന്നില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ റെസിസ്റ്റന്റ് സൺസ്ക്രീൻ ആണ്. റെയിനി ഡേയ്സിൽ ഡെഫിനറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാം. നല്ല രീതിയിൽ വാട്ടർ റെസിസ്റ്റൻസ് ഈ ഒരു സൺസ്ക്രീൻ തരുന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നു, മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ചില സമയത്ത് ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഹെവിനെസ് തോന്നും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് മോർണിംഗിൽ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. നിങ്ങളുടെ മോയ്സ്ചറൈസർ നൈറ്റിൽ യൂസ് ചെയ്താലും മതി. അപ്പോൾ ടോപ്പ് 5 എൻ്റെ 5th ഫേവറേറ്റ് ആണ് അവരുടെ ഓൾ ഐ നീഡ് SPF 50 സൺസ്ക്രീൻ. അടുത്ത 4th ഫേവറേറ്റ് ഒരു സൺസ്ക്രീൻ അവരുടെ ഗോൾഡൻ അവർ ഗ്ലോ സൺസ്ക്രീൻ. ഇതൊരു ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്. ഇതിനകത്തും SPF 50 PA++ ഉള്ള ഒരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. ബ്രോഡ് സ്പെക്ട്രം ആണ്. UVA UV റൈസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഇതിനകത്തുള്ള ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ഒക്ടിനോസൈറ്റും ആവോബെൻസിനും ടൈറ്റാനിയം ഡൈ ഓക്സൈഡും ആണ്. അപ്പോൾ കെമിക്കൽ സ്പെക്ട്രം ബേസിലും ബാക്കിയല്ല, സൺ പ്രൊട്ടക്ഷന്റെ കാര്യത്തിലൊക്കെ ഇത് സേഫ് ആയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിലോട്ട് വരുമ്പോൾ ഞാനിത് അധികം റെക്കമെൻഡ് ചെയ്യത്തില്ല. ബാക്കി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ്. നമുക്ക് ഫേസിൽ ഒരു ഗ്ലോ നിങ്ങൾ താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. പക്ഷെ നിങ്ങളൊരു മാറ്റ് ഫിനിഷ് പ്രിഫർ ചെയ്യുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റേ അവേ ചെയ്യേണ്ട സൺസ്ക്രീൻ ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു മേക്കപ്പ് ഇടുമ്പോൾ നമ്മൾ അതിന്റെ ഇടയിൽ ചിലപ്പോൾ സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാറില്ലേ, അതിന് പകരം നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ ആണോ? അല്ല. സ്വെറ്റ് റെസിസ്റ്റന്റ് ആണോ? അതുമല്ല. പക്ഷേ നമുക്ക് നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം നമ്മൾ എപ്പോഴും റീഅപ്ലൈ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ഇനി ഇതിന്റെ ഒരു ഇത് കൺസിസ്റ്റൻസിയിലോട്ട് പോവാണെങ്കിൽ മറ്റേ സൺസ്ക്രീൻ കിടക്കല്ലേ, ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് ഞാൻ ലെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് ആ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഇത് കാണാൻ പറ്റും. ഓക്കെ. ഇനി ഞാൻ എന്ന് പറയുന്ന പേഴ്സൺ ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടിൻറ്റഡ് സൺസ്ക്രീൻ ഞാൻ ലെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഞാനൊരു നോർമൽ സൺസ്ക്രീൻ ഇട്ട് അതിന്റെ മുകളിൽ ഞാൻ ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളാണ്. സോ എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ ഇട്ടതുകൊണ്ട് ഒരു ഹെവിനെസ്സോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്ക് ഇത് പറ്റില്ല എന്ന് പറയാനുള്ള 2 റീസൺ. ഇതിനകത്ത് കുറച്ച് കൊമഡോജനിക് ഏജന്റ് ഉണ്ട്. സോ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുന്ന ആക്നെ ബ്രേക്കൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ടിൻറ്റഡ് സൺസ്ക്രീനും കൂടെ ആയതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഓയിലി സ്കിൻകാർക്ക് നമ്മൾ കുറച്ച് ഗ്ലോ ഉള്ള സൺസ്ക്രീൻ ഇടുമ്പോൾ അവരുടെ ഫേസ് ഒന്ന് ഡൾ ആക്കും. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഫേസ് ഇതൊന്ന് കറുപ്പിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതല്ലാത്ത പക്ഷം ഈ 2 പ്രശ്നവും നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ആക്നെ പ്രോൺ സ്കിൻകാർക്കും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് നിങ്ങൾ ഡബിൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി മറക്കാൻ പാടില്ല. മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ 1-2 ദിവസം ഒന്ന് മറന്നാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഒരു ദിവസം പോലും ഡബിൾ ക്ലെൻസിങ് മിസ് ഔട്ട് ചെയ്യാനും പാടില്ല. പിന്നെ നിങ്ങളൊരു ലോങ് റണ്ണിലുള്ള ആഴ്ച നിങ്ങൾ ഒരു ദിവസം പുറത്തു പോകുന്ന ഒരുപാട് വിയർക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയും. പൊതുവെ ഞാൻ എല്ലാ ടിൻറ്റഡ് സൺസ്ക്രീൻ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. സോ അതുപോലെ തന്നെ ഈ ഒരു സൺസ്ക്രീൻ അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതല്ലാത്ത പക്ഷം ഒരു ബ്രോഡ് സ്പെക്ട്രം ടിൻറ്റഡ് സൺസ്ക്രീൻ വിത്ത് ഗ്ലോയി ഫിനിഷ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ വെച്ച് നോക്കുമ്പോൾ ഇത് വേറെ ഗ്ലോയി ഫിനിഷ് ആണ്. ഡോട്ട് ആൻഡ് കീ നമുക്കറിയാം ഒരു വാട്ടറി ഫ്ലൂയിഡ് ഫിനിഷ് വരുമ്പോഴത്തേക്ക് ഇതൊരു ഗ്ലോയി ഫിനിഷ് ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു എന്താ പറയുന്ന ലൈറ്റ് അടിക്കുമ്പോൾ ഒരു റിഫ്ലക്ഷൻ ബേസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു സംഭവം, ഞാൻ പൊതുവെ മേക്കപ്പ് ഫൗണ്ടേഷൻ പ്രിഫർ ചെയ്യാത്ത ആളാണ്, ഞാൻ എപ്പോഴും പറയാറുള്ളത് അല്ലേ. അപ്പൊ ഞാൻ ടിൻറ്റഡ് സൺസ്ക്രീൻ പ്രിഫർ ചെയ്യുന്ന ആളാണ്. ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഒരു ബേസ് ഈ ഒരു സൺസ്ക്രീൻ ആണ്. സോ ടോപ്പ് 3 പ്രൊഡക്ട്സിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ 3 പ്രൊഡക്റ്റും ഞാൻ ഹൈപ്പറിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അതിനകത്ത് ഒന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് പില്ലോ റിച്ച് ക്രീം. അവരുടെ പില്ലോ റിച്ച് ക്രീം എനിക്കൊന്ന് ഡ്രൈ സ്കിന്നിന്റെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ 10% ഹാർട്ട് ലീഫ് എക്സ്ട്രാക്റ്റും 7% സെറമൈഡ്സും സെറമൈഡ് വിത്ത് നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടറാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ ഷിയ ബട്ടർ ഉണ്ട്, പാന്തനോൾ ഉണ്ട്, അങ്ങനെ വേറെ കുറെ കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഈ ക്രീമിനെ പറ്റി നമ്മൾ പറയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസറും നിങ്ങളുടെ സ്കിന്നിലോട്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു, ഈവൻ ദോ നിങ്ങളുടെ നോർമൽ സ്കിന്നാണ്, നിങ്ങൾക്ക് എന്നാൽ ഒരു ക്രീമി ടെക്സ്ചർ മോയ്സ്ചറൈസർ വേണം, പക്ഷെ എന്നാൽ ഗ്രീസി ടൈപ്പ് ആവരുത്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. ഇത് ഞാൻ വാങ്ങിയത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനായിട്ടാണ് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഈവൻ ദോ എൻ്റെ എപ്പോഴും ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ഞാൻ ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ടും എൻ്റെത് കോമ്പിനേഷൻ ആയിട്ട് പോലും എനിക്കിതൊരു ഓയിലി ടെക്സ്ചർ അങ്ങനെ ഒന്നും തരുന്നില്ല. അപ്പൊ നമ്മൾ കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു ഓയിലി കൺസിസ്റ്റൻസി വരുന്ന ഒരു മോയ്സ്ചറൈസർ ആണിത്. ഇതൊരു ഓയിലി കൺസിസ്റ്റൻസി വരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. കാരണം
എക്സ്പെഷ്യലി ഇതൊരു ഡ്രൈ സെൻസിറ്റീവ് ബാരിയേഴ്സ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഫോർമുലേറ്റ് ചെയ്തൊരു മോയ്സ്ചറൈസർ ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിനകത്തൊരു ഓയിൽനെസ് ഫീൽ ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്ക് ഇട്ടിട്ട് പോലും ഈ ഒരു ഓയിൽനെസ്സോ അങ്ങനെയൊന്നുമില്ല. എന്നാൽ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് പ്ലം ചെയ്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കെമിക്കൽ പീലൊക്കെ കഴിഞ്ഞിട്ട് ചില സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. ചില കെമിക്കൽ പീൽസ് കഴിഞ്ഞ് എൻ്റെ സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആയിട്ട് തോന്നിയാൽ ഈ ഒരു മോയ്സ്ചറൈസറിലോട്ടാണ് എൻ്റെ കൈ ആദ്യമേ പോകുന്നത്. അതല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല, എനിക്കൊരു ജസ്റ്റ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്താൽ മതിയെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറിലോട്ടാണ് പോകുന്നത്. എന്നാലും ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങളുടെ കോമ്പിനേഷൻ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ നോർമൽ ഡ്രൈ സെൻസിറ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഇത്. അത് മാത്രം ക്രീം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആണ് ഇത്. ക്രീം മോയ്സ്ചറൈസർ എല്ലാം ഒന്നും കേട്ടോ. ഇവരിപ്പോ പില്ലോ റിച്ച് ക്രീം എന്ന് പറയുന്നുണ്ട്, ഇടയ്ക്ക് എനിക്ക് ക്രീം ആയിട്ട് ഇതൊരു മോയ്സ്ചറൈസർ ആണ്, സ്കിൻ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആണ്. അതല്ലെങ്കിൽ ചില ആൾക്കാർക്കുണ്ട്, നമ്മൾ ഇപ്പം എ സിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു ഫീലിംഗ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ എ സി ഇട്ടിട്ട് കിടന്നുറങ്ങുമ്പോൾ മോർണിംഗിൽ നിങ്ങൾക്ക് സ്കിൻ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് എൻ്റെ എപ്പോഴും ടോപ്പ് 2 വരുന്ന ഫേവറേറ്റ് ആണ്. ഇതാണ് അവരുടെ പെപ്റ്റൈഡ് കോക്ടെയിൽ. ഇത് ഞാൻ എപ്പോഴും എല്ലാ പെപ്റ്റൈഡ് വീഡിയോസിലും മൾട്ടിപെപ്റ്റൈഡ് വീഡിയോസിലും പറയുന്നതാണ്. ഇത് ആക്ച്വലി വൺ ഓഫ് ദി ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള മൾട്ടിപെപ്റ്റൈഡ്, ഇന്ത്യൻ ബ്രാൻഡുകളിലുള്ള മൾട്ടിപെപ്റ്റൈഡിൽ ടോപ്പ് 5 വരുന്ന ഒരു മൾട്ടിപെപ്റ്റൈഡ് ആണ്. ഇതിനകത്ത് 10% മൾട്ടിപെപ്റ്റൈഡ്സ് ആണ് ഉള്ളത്. 3% കോപ്പപെപ്റ്റൈഡ്, 2% മിട്രസിൽ 3000 ഉണ്ട്, 1% അസറ്റൈൽ ഹെക്സാപെപ്റ്റൈഡ് ഉണ്ട്, പിന്നെ കുറച്ച് വേറെ 4% മറ്റുള്ള പെപ്റ്റൈഡ്സിന്റെ മിക്സും. അങ്ങനെ ആയിട്ടാണ് 10% ഇതിനകത്ത് വരുന്നത്. ഇത് നിങ്ങളൊരു 30 എബോ വരെ, ഒരു 30+ സ്റ്റാർട്ട് ചെയ്ത് ഉള്ള ആൾക്കാർക്ക് വരെ ഇത് യൂസ് ചെയ്യാം. 40 മുതൽ 35 വരെയൊക്കെയുള്ള ആൾക്കാർക്ക് ഈ ഒരു മൾട്ടിപെപ്റ്റൈഡ് യൂസ് ചെയ്ത ഫലം കിട്ടും. അതിനപ്പുറത്തോട്ട് ഫലം കിട്ടാൻ പോകില്ല. പക്ഷെ നിങ്ങൾ ഒരു 20s യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഫേം ആവുകയും സ്കിന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആവുകയും ഫൈൻ ലൈൻസ് റിങ്കിൾസിന്റെ അപ്പിയറൻസ് ഒന്നും വരാനും പോകുന്നില്ല. ഇനി ഇതിന്റെ കൺസിസ്റ്റൻസിയിലോട്ട് വരുമ്പോൾ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഒരു സിറോ യൂസ് ചെയ്യണില്ല. ഓയിലി ആക്നെ പ്രോൺ സ്കിന്നക്കാർക്കാണെങ്കിൽ പോലും ഇത് യൂസ് ചെയ്യാം. അധികം മണം ഉണ്ടോന്ന് വെച്ചാൽ മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉണ്ട്. പക്ഷെ അത് പെപ്റ്റൈഡ്സ് എല്ലാം കൂടെ വരുമ്പോൾ ഉള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. വെച്ചാൽ ഒരു ഇൻഗ്രീഡിയന്റും ഫ്രാഗ്രൻസ് ലെസ് അല്ല, എന്തെങ്കിലും ഒരു മണം കാണില്ല, ആ ഒരു മണമാണ്. പിന്നെ എന്തുകൊണ്ട് ഇതിനകത്ത് ബ്ലൂ കളർ എന്ന് വെച്ചാൽ ഇതിനകത്ത് കോപ്പർ പെപ്റ്റൈഡ് ഉള്ളത് കൊണ്ടാണ് ബ്ലൂ കളർ വരുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടൊരു ബെസ്റ്റ് ഫേവറേറ്റ് ആയെന്ന് വെച്ചാൽ ഒരുപാട് മൾട്ടിപെപ്റ്റൈഡ്സുകൾ ഇതിനകത്തുണ്ട്. മാത്രമല്ല അധികം സ്കിൻ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമല്ല. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു മൾട്ടിപെപ്റ്റൈഡ് മിനിമലിസ്റ്റ് മൾട്ടിപെപ്റ്റൈഡ് ആണ് ഞാൻ ലോങ് റണ്ണിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഞാൻ സ്വിച്ച് ഇതിനകത്തോട്ട് വന്നത്. ആ മൾട്ടിപെപ്റ്റൈഡ് എനിക്ക് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് നമുക്ക് മോർണിംഗ് നൈറ്റും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെപ്റ്റൈഡ് ആണ്, മൾട്ടിപെപ്റ്റൈഡ് സിറം ആണ്. സോ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് സ്കിൻ ടൈപ്പുകാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് സ്കിൻ ഏജിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം. പക്ഷെ 30+ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുമെന്ന് വെച്ചാൽ 20+ കിട്ടുന്ന ആ ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല കുറേ ടൈം എടുത്തിട്ട് മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടാനും പോകുന്നുള്ളൂ. പക്ഷെ 20 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം നേരത്തെ റിസൾട്ട് കിട്ടി തുടങ്ങുകയും ചെയ്യും. അപ്പൊ ഞാൻ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് വെച്ചിട്ട് പറഞ്ഞു, നോൺ കോമിഡോജനിക് ആണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാം. കോപ്പർ ഉണ്ട് എന്നുള്ളത് ഇതിനകത്തുള്ള കളർ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. സ്ട്രോങ് ആണ്, കോപ്പർ പെപ്റ്റൈഡ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ്. നമുക്ക് ഓർഡിനറിയുടെ കോപ്പർ പെപ്റ്റൈഡ് ഒക്കെ നല്ല ഹൈ റേറ്റിലുള്ളതാണ്. അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇതൊരു 700 റുപ്പീസിന് അണ്ടറിൽ വരുന്ന 800 റുപ്പീസിന് അണ്ടറിൽ വരുന്നത് കൊണ്ട് ഞാൻ ഓഫറിൽ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ 700 റേഞ്ചിലാണ് വാങ്ങിച്ചത്. എനിക്ക് ഓക്കെ ആയിരുന്നു. 700-600 റേഞ്ചിലാണ് ഞാനിത് വാങ്ങിയത്. റേറ്റ് എനിക്ക് ഓർമ്മയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് വർത്ത് ദ മണി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. കൃതി ക്രാക്ക് ചെയ്തു. ലൈക്ക് എനിക്ക് ടോപ്പ് 5 വരുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് കൃതി ക്രാക്ക് ചെയ്ത് തുടങ്ങി. കൃതി സാനൻ സ്കിൻ കെയർ ക്രാക്ക് ചെയ്ത് തുടങ്ങി എന്നൊക്കെ എനിക്ക് ലൈക്ക് ലിറ്ററലി ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് എനിക്ക് ഫീൽ ആയിട്ടുള്ളൊരു സിറം ആണ് ഇത്. നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു സിറം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു മൾട്ടിപെപ്റ്റൈഡ് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മൾട്ടിപെപ്റ്റൈഡ് ആണ് ഇത്. ഇതിന്റെ ടോപ്പ് പിക്ക് അവരുടേത് ഈ ഒരു ടോണർ ആണ്. ഇതാണ് അവരുടെ പില്ലോ മിസ്റ്റ് ടോണർ. ഇത് ആക്ച്വലി വാങ്ങിച്ചത് ഇതിന്റെ കൺസിസ്റ്റൻസി ഹൈപ്പോ എല്ലാം കണ്ടിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. പക്ഷെ ഇത് എന്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഫസ്റ്റ് ബോട്ടിൽ ഇതാണ്. കാരണം ഞാൻ ടോണർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം എനിക്ക് വേറെ ഒരുപാട് ഹൈഡ്രേറ്റിംഗ് സാധനമുണ്ട്. പക്ഷെ ഞാനൊരു ടോണർ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനത് വിടാനും പോണില്ല. എനിക്ക് ലെനേജിന് ഒരു ടോണർ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബോട്ടിൽ മൾട്ടിപ്പിൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ബോട്ടിലാണ്. കാരണം വേറെയൊക്കെ ടോണർ ഞാൻ യൂസ് ചെയ്യും, നിർത്തും, പിന്നെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും
അത് റീസ്റ്റോക്ക് ചെയ്യേണ്ടി വന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയൊക്കെ റീസ്റ്റോക്ക് ചെയ്യേണ്ടി വന്നാൽ മാത്രമേ ഞാൻ റീസ്റ്റോക്ക് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് എനിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് ബോട്ടിൽ മൾട്ടിപ്പിൾ ടൈം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ റീസെന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഹൈഫിന്റെ ഈ ഒരു ടോണറാണ്. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ 7% സെറമൈഡ് പ്ലസ് നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടർ. പിന്നെ വരുന്നത് വൈറ്റ് നെക്ടർ ആണ്. വൈറ്റ് നെക്ടർ എന്ന് പറയുമ്പോൾ റൈസ് വാട്ടർ, നമുക്കറിയാം സ്കിൻ ടോണർ ബേസിൽ റൈസ് വാട്ടർ എത്ര നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ സ്നോ മഷ്റൂമും പിന്നെ ഓട്സ് എക്സ്ട്രാക്റ്റും, ഇതെല്ലാം കൂടെ നമ്മുടെ സ്കിന്നിലോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ ബാരിയർ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് പ്ലം ആയിട്ട് നിൽക്കും. അതുകൂടാതെ സോഡിയം ലാക്ടേറ്റ്, സോഡിയം PCA, സോഡിയം ഹൈഡ്രനേറ്റ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് പ്ലം ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ബാരിയർ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ട്, നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ്, നിങ്ങളുടെ ഡൾ സ്കിൻ ആണ്, ഈവൻ ദോ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ പോലും ഒരു ഹൈഡ്രേറ്റിംഗ് ബേസ് ആയിട്ട് നമുക്ക് ഈ ഒരു ടോണർ യൂസ് ചെയ്യാം. ഇത് വരുമ്പോഴത്തേക്ക് ഒരു വൈറ്റ് കളർ, ഒരു എന്താ പറയുക, ഒരു പാല് കണക്ക് നമുക്ക് തോന്നും. സ്കിന്നിൽ ഇടുമ്പോൾ തന്നെ എന്താ പറയുന്നത്, വെള്ളം ഇങ്ങനെ നമ്മൾക്ക് വെള്ളം ഒഴിക്കും, പക്ഷെ ആ വെള്ളം നല്ല തണുത്ത വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ, എന്നാൽ ഭയങ്കര തണുത്ത വെള്ളം അല്ലാണ്ട് ഒരു ഇളം തണുത്തൊരു വെള്ളം നമ്മൾ ഫേസിലിടുമ്പോൾ നമുക്കൊരു ഹൈഡ്രേഷൻ ഫീൽ ചെയ്യത്തില്ലേ, അതാണ് ഇത് നമുക്ക് തരുന്നത്. ഇതും ഇപ്പൊ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ടോണറും ഈ ഒരു മോയ്സ്ചറൈസറും കൂടെ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിൻ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, നന്നായിട്ട് നിങ്ങൾക്ക് ആ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് വരെ പറ്റുന്ന ഒരു കോമ്പിനേഷനിലുള്ളതാണ്. പിന്നെ ഇത് ഒരു നമ്മൾ ചില ബ്രാൻഡുകൾ ചില പ്രൊഡക്റ്റുകൾ ഒരുമിച്ച് ഉണ്ടാക്കും, കാരണം ബൈ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യും, കോംപ്ലിമെന്റ് ചെയ്യുന്ന ടൈപ്പ് വരും. അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്ത് വരുന്നതാണ് ഇത് രണ്ടും കൂടെ. സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം, കോംപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ കൂടെ വേറെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കോംപ്ലിമെന്റ് ആവില്ല, അങ്ങനെയൊന്നുമില്ല. വേറെ ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടിരിക്കുകയാണ്, നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ഡെഫിനറ്റ്ലി വർക്ക്ഔട്ട് ആവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഈ ഒരു ടോണറിനെ പറ്റി ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലെനേജിന് വച്ചിട്ട് ലെനേജ് പോലൊരു ടോണർ എനിക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകളിൽ ഇത് തന്നെയാണ്. ഞാൻ എപ്പോഴും കൃതി സാധനത്തിന്റെ ഒരു പ്രൊഡക്റ്റ് എൻ്റെ അടുത്ത് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഒരു സാധനമാണ്, ഈ ഒരു ടോണറാണ്. കാരണം എനിക്ക് അത്രയും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഒരു ടോണറാണ്. സ്ഥിരം വീഡിയോ കാണുന്ന ഒരാൾക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ടോണറിന്റെ കാര്യം പറയുന്നതുകൊണ്ട് തന്നെ അറിയായിരിക്കും. പക്ഷേ 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 നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യാനായിട്ട് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. പക്ഷെ ഒരു ടോണറും ഒരു മോയ്സ്ചറൈസറും മാത്രം നൈറ്റ് യൂസ് ചെയ്യാനാണെങ്കിൽ വർക്ക് ചെയ്യും. ആക്നെ പ്രോൺ സ്കിൻകാർക്ക് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു കുറച്ച് ഹൈഡ്രേഷൻ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് സിറംസ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ടോണറും കൂടി യൂസ് ചെയ്താൽ ചിലപ്പോൾ ഒരു ഹെവിനെസ് തോന്നും, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് നിങ്ങൾക്കൊരു ആക്നെ ബ്രേക്ക്ഔട്ട്സ് അങ്ങനെ ഒന്നും തരാൻ പോണില്ല. നിങ്ങൾക്കൊരു നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്തു, നിങ്ങൾ സ്കിന്നൊക്കെ ഓക്കെ, പക്ഷെ നിങ്ങൾ നേരെ AC-യിലോട്ട് പോകും, അപ്പൊ നിങ്ങൾക്ക് സ്കിൻ ഡ്രൈ ആവുന്നു എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ ഈ ഒരു ടോണർ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം തോന്നാനായിട്ട് പോണില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് അപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് റാൻഡം ആയിട്ട് ഫേസിൽ മിസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഈ ഒരു ടോണർ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓവറോൾ ഈ ഒരു പൊതുവെ ഈ ഒരു ബ്രാൻഡിനെ പറ്റിയുള്ള അഭിപ്രായം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ സ്കിൻ കെയർ ബ്രാൻഡ്സ്, ഇന്ത്യൻ സെലിബ്രിറ്റി സ്കിൻ കെയർ ബ്രാൻഡ്സ് കുറവാണ്. പക്ഷെ കമ്പയർ ടു മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ആയിട്ട് വരുന്നില്ല. പക്ഷെ സെലിബ്രിറ്റി സ്കിൻ കെയർ വളരെ കുറവാണ്. നയൻതാര, അതുപോലെ കൃതി സാനൻ, ദീപിക പടുക്കോൺ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്ക ചോപ്ര, സ്കിൻ കെയർ അല്ല, ആ ഒരു ബ്യൂട്ടി ബ്രാൻഡ്, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. പ്രിയങ്ക ചോപ്ര ബ്യൂട്ടി ബ്രാൻഡ് പറയാം, കാരണം നമ്മളെ കത്രീന കൈഫിന്റെ കെ ബ്യൂട്ടിയെ പറ്റി കൂടെ പറയാനായിട്ടാണ്. അപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ ഇന്ത്യയിൽ വലിയ രീതിയിൽ സ്കിൻ കെയർ വരുന്നത്. ഈവൻ ആശിഷ് പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ബ്രാൻഡുകൾ വേറെ ഉണ്ടെങ്കിലും ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് വരുന്ന സെലിബ്രിറ്റി ബ്രാൻഡിൽ വരുന്നതാണ് ഇത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ അതിൽ ഒരുപാട് പേരുടെയും ബ്രാൻഡുകൾ, ഇപ്പൊ പ്രിയങ്ക ചോപ്ര അനോമലി അത്ര ഹിറ്റ് ആയില്ല, അത് ഹെയർ കെയർ ബ്രാൻഡ് ആയിരുന്നു, അത് അധികം ഹിറ്റ് ആയില്ല. പ്രിയങ്ക ചോപ്രയുടെ 82 ഈസ്റ്റ് അതും അധികം ക്ലിക്ക് ആയില്ല, കാരണം ഭയങ്കര ലക്ഷറി ബ്രാൻഡാണ്, നമുക്കധികം അഫോർഡബിൾ ആയിട്ടില്ല. അതുപോലെ തന്നെ നയൻസിന്റെ സ്കിൻ കെയറും അധികം അങ്ങോട്ട് ക്ലിക്ക് ആയില്ല. പക്ഷെ കൃതിയുടെ ക്ലിക്ക് ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ കൃതി മാർക്കറ്റ് ചെയ്ത് ഡെഫിനറ്റ്ലി ഒരു നമ്മളെ പോലെ മിഡിൽ ക്ലാസ് കാരെയാണ്. മാത്രമല്ല അവര് പ്രൊഡക്റ്റ് ഡെലിവറി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കൺസ്യൂമേഴ്സിനെ കേട്ടിട്ടാണ് ചെയ്തത്. എന്താണോ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ആഗ്രഹിക്കുന്നത് അത് വെച്ചിട്ട് ഗ്ലോബലി സ്കിൻ കെയറിൽ നിൽക്കുന്ന കാര്യം കൂടെ ഇന്ത്യൻ സ്കിൻ കെയറിലോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കി. അതാണ് ഇവരുടെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ള കാര്യം. മാത്രമല്ല ഓവർ ഹൈപ്പ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റും അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരി തന്നെ ഒരു
ആ ഒരു ഫോർമുലേഷനിലോട്ട് ഇറങ്ങി ചെന്നിട്ട് പുള്ളിക്കാരി തന്നെ അതിന് എക്സ്പെരിമെന്റ് പുള്ളിക്കാരുടെ ഫേസിൽ തന്നെ ചെയ്തിറക്കിയോണ്ടും അത് നമ്മളിലേക്ക് എത്തിക്കാൻ നല്ല രീതിയിൽ അവർക്ക് എത്തിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് കുറച്ചും കൂടെ ഹൈപ്പ് ആയിട്ട് പോയത്. പിന്നെ അല്ലാണ്ട് ഒരു സെലിബ്രിറ്റി ബ്രാൻഡ് ക്ലിക്ക് ആയത് പ്രൊഡക്റ്റ് വൈസിൽ തന്നെ ക്ലിക്ക് ആയത് വെച്ചാൽ ഇനിഷ്യൽ ഹൈപ്പ് അല്ലാണ്ട് പ്രൊഡക്റ്റ് വൈസ് ക്ലിക്ക് ആയത് നമ്മുടെ കത്രീന കൈഫിന്റെ സ്കിൻ കെയർ അല്ല, ബ്യൂട്ടി ബ്രാൻഡ് ക്ലിക്ക് ആയത്. എപ്പോഴും സ്കിൻ കെയർ പറഞ്ഞു എപ്പോഴും സ്കിൻ കെയർ, ബ്യൂട്ടി ബ്രാൻഡ് ക്ലിക്ക് ആയത് നമ്മളെ കത്രീന കൈഫിന്റെ കെ.ബൈ ബ്യൂട്ടിയാണ്. അതുപോലെ അവര് അത് പുള്ളിക്കാരിക്ക് അറിയാം എന്താണ് അവിടെ ചെയ്യണത്. അതുപോലെ കൃതിക്ക് അറിയായിരുന്നു സ്കിൻ കെയറിൽ എന്താണ് ചെയ്യണത്. അറിഞ്ഞിട്ട് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് ഇത്രയും സക്സസ് ആയിട്ട് മാറിയത്. ഡെഫിനറ്റ്ലി ഇതൊരു സക്സസ് ബ്രാൻഡാണ്. ഇത് മാത്രമല്ലാണ്ട് വേറെയും ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് അവരുടെ ബ്രാൻഡിൽ ഞാൻ ട്രൈ നോക്കാനുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ ഇനി ഫ്യൂച്ചറിൽ ട്രൈ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂസ് പറയാം. ഇതല്ലാണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്കിൻ കെയർ ബ്രാൻഡുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ച് കംപ്ലീറ്റ് പ്രൊഡക്ട്സ് റിവ്യൂ വേണമെങ്കിൽ ഏതാണ് ആ ബ്രാൻഡ് എന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കണം. ഡെഫിനറ്റ്ലി ഒരു കളക്ഷൻ എൻ്റെ ഉണ്ടാവും, ഞാൻ അത് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഒരു കളക്ട് ചെയ്യാം. അതല്ലാണ്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്കിൻ കൺസേൺസ് വെച്ചിട്ടോ സ്കിൻ കെയർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് ട്യൂസ്ഡേയിൽ Q&A ആയിട്ട് അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേ തേഴ്സ്ഡേ സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സൺഡേ കാണുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.